നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാ നമ്മുടെ പിള്ളേര് നമ്മള് കോഴിക്കൂട് അങ്ങോട്ട് സെറ്റ് ആക്കാൻ വേണ്ടി പോവാട്ടോ. നല്ല ന്യൂസിലാൻഡ് ടച്ച് കോഴിക്കൂട് ആക്കാൻ വേണ്ടി പോവാം. ഇവിടെ കുറച്ച് വൃത്തികുറവുണ്ടെന്ന് നമുക്കൊരു അഭിപ്രായം വന്നു. നമ്മൾ സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മളെ കൂട്ടില് പണ്ടത്തെ പോലെയല്ല, മിക്സർ കൂടാണ്. മിക്സർ കൂടാട്ടോ. ഞാൻ കാണിച്ചു തരാം. കോഴികളുണ്ട്, അതുപോലെ തന്നെ താറാവുകളുണ്ട്. ഇതാണ് നമ്മുടെ അടക്കോഴി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ അടയിരിക്കുന്നില്ല. അയ്യോ, ഇതാണ് നമ്മുടെ രക്ഷാധികാരി പൂവൻ, ചിലപ്പോ കൊത്തും. ഇതാണ് നമ്മുടെ താറാവുകളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കശുവണ്ടി താറാവ്, വിൽക്കാനായിട്ട് ഇവിടെ ഉണ്ട്. ഇതന്നെ കാണിക്കുന്നത്. അപ്പൊ ഈ കൂടാണ് നമ്മള് സെറ്റാക്കാൻ വേണ്ടി പോകുന്നത്. കൂടെന്ന് പറയുന്നത് നമുക്ക് മുട്ടയിടാൻ വേണ്ടി കോഴികൾക്ക് സൗകര്യം ചെയ്ത് കൊടുത്തേക്കുന്ന ഭാഗമായത്. നമ്മളൊന്ന് മുട്ടയിട്ടോളും. ഇവിടെ മൊത്തം മുട്ടയുള്ള സ്ഥലമാണ്, ഒന്നും പേടിക്കാനില്ല. ഈ വെള്ളമൊക്കെ ആദ്യം ഒന്ന് ഒഴുകി പോണം, ആണ് പരിപാടി. അടി കണക്കുമാണ്. ഇത് തുമ്മിപ്പിക്കുവാണ് ഇവന്മാരെ. എന്ത് ഉപദ്രവമാണ് ചെയ്യുന്നത്? ഒരു ഉപകാരം ചെയ്യാവോ? ഞങ്ങളൊരു ഇന്റർനാഷണൽ ഇന്റലിജൻസ് ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മള് പറഞ്ഞ ഇവിടെ നമ്മൾ മൊത്തം നമ്മളിവിടെ മൊത്തം ഇത്രയും ഭാഗത്തൂടെയും ഈ കോഴിയിൽ തുറന്നു വിടാനുള്ള പരിപാടിയാണ്. അപ്പൊ ആദ്യമായിട്ട് ഇവിടെ ഇങ്ങോട്ട് ചാടാതിരിക്കാൻ ഈ വലയൊക്കെ എടുത്ത് നമ്മൾ നേരെ ഇങ്ങോട്ട് കയറ്റും അല്ലേ? ഇവിടെ ഇങ്ങോട്ട് കയറ്റി. ഓക്കെ ഓക്കെ. എന്നിട്ട് ഇവിടെ മറക്കാൻ ആ വലിയ കൂട് വട്ടത്തിലും വെച്ചു. ഓ, ആ വലിയ കൂട്, ആ വലിയ കൂടി ആ കയറ്റി കൂടെ കയറാൻ പന്ത് കയറുന്ന പോലെ സ്ഥലം കിട്ടും. അപ്പൊ നമുക്ക് ചെയ്ത് തുടങ്ങിയാലോ? നമുക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യമായിട്ട് കൂടെടുത്ത് ഇങ്ങോട്ട് വെക്കാം. ഈ പറയുന്ന കനമൊന്നുമില്ല കേട്ടോ അതിന്. കൂട് മാറ്റിയപ്പോ തന്നെ അവിടെ ഒരു നമ്മുടെ കിളികളൊക്കെ നല്ല നിരന്നിരിക്കുക. പറന്നു പോയി. ചൂലെടുത്തോണ്ടോ? എന്തിനാ അവിടെ എനിക്ക് ക്ലീൻ ആക്കണം. അത് ഞാൻ പറയുന്നേക്ക് ചൂലെടുത്തോണ്ടോ? ക്ലീൻ ആക്കിയ കോഴിക്ക് തിന്നാണ്ട്. ഞാൻ പറയുന്നേക്ക് ചൂലെടുത്തോണ്ടോ? ചൂലൊന്നും കെട്ടിക്കഴിഞ്ഞാൽ തൂത്താലും പോരാ, അതല്ല നല്ലത്. അപ്പൊ അത് കൺഫേം ആയിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് ഈ കൂട് എടുത്ത് അങ്ങോട്ട് വെക്കണമല്ലോ. അപ്പൊ ഈ കൂട് ഭയങ്കര വെയിറ്റ് ആട്ടോ. ഈ വിചാരിക്കുന്ന പോലത്തെ വെയിറ്റ് ഒന്നും അല്ല, ഭയങ്കര വെയിറ്റ് ആയിന്. അപ്പൊ ഇതൊന്നും ചുമ്മാ പൊക്കാൻ പറ്റൊന്നുമില്ല. നമുക്ക് ഇതൊക്കെ ഒന്നെടുത്ത് മാറ്റണം, എന്നാലേ പൊക്കാൻ പറ്റുമോ. ആണ് പരിപാടി. ഉറുമ്പ് കടിക്കുന്നു ഗായ്സ്. മുട്ട കടിക്കുന്ന ഉറുമ്പാണ്. മുട്ട ഒടിഞ്ഞു പോകുന്ന സൈസിലാണ് നമ്മുടെ ഷീറ്റൊക്കെ ഇരിക്കുന്നത് കേട്ടോ. വലിച്ചേ ഇപ്പൊ കൂട് കണ്ട ഷെഡ് ഇടാത്ത കൂട് പോലെ ഉണ്ട്. ഞാൻ മിസ്റ്റർ അലി, സെലിബ്രിറ്റി ആണ് ഇച്ചിരി ഫേമസ് അല്ലേ, ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട്. ആ ശരിയാ. ഭയങ്കര കനമുണ്ടോ ഈ കാണുന്ന പോലെ ഒന്നല്ല. ഇച്ചിരി ബലമുള്ളതുകൊണ്ട് പിടിച്ചിരിക്കുന്ന ഭയങ്കര കനമായി. കരാട്ടക്കാരൊക്കെയാണ് നമ്മൾ പിടിച്ചിരിക്കുന്ന. അങ്ങോട്ട് വലിക്കണോ? ഒമ്പൻ പ്ലാനിങ് ആണ് കേട്ടോ. ഒന്ന് നമ്മള് ഇഷ്യൂ ആണ് നമുക്ക്. നമ്മളെന്തായാലും നമ്മുടെ പ്ലാൻ ചെയ്തിരിക്കും. കോഴിക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം വേണം എന്നൊരു വിഷയം നമ്മുടെ ഐഡിയ. അതായത് കൂടെ മടുത്തോ? മടുത്തില്ലേ? വലയെടുത്ത് നമ്മൾ താഴെ കഴിയിട്ടുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചാ താഴെ കിട്ടാൻ ഒട്ടും മടിയില്ലെന്ന് പറഞ്ഞു ഒരുത്തം ദേ ഇരിക്കുന്നു. ഒട്ടും മടിയില്ല കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണ്. 8 വയസ്സായതേ ഉള്ളൂ. കാര്യം കുഴപ്പമൊന്നുമില്ല. കോഴികളൊക്കെ അതിന്റെ പേടിച്ച് ഒരു മൂലയ്ക്ക് തന്നെ ഇരിക്കുകയാണ്. താറാവ് അതിനെക്കാട്ടും പേടിച്ച് അടിയിലാണ്. പിന്നെ നമ്മളിപ്പം ഇവിടെ ഫുള്ള് ഇങ്ങനെ വെട്ടി. ഇനി പരിപാടി ഇതില് മഴ ചാറ്റലടിക്കാതിരിക്കാനും കോഴിയൊക്കെ ഇങ്ങോട്ട് കയറാതിരിക്കാനാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുദൈഫും മെഹബിനും തന്നെയാണ്. പിന്നെ ഞാനും ഉണ്ട് കേട്ടോടക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പൊ ഇത്ര നേരം വെയിറ്റ് ചെയ്ത് അവിടെ വിശ്രമിച്ച സൈമ് വന്നിട്ടുണ്ട്. നമ്മളൊരിക്കലും മടിയന്മാരാ. സൈമിനെ പോലെ മടിയന്മാരായില്ലെന്ന് പറയാം. കത്തി വല്ലോ വിട്ടു പോയാ
നമുക്ക് വിശ്രമത്തിന് ഇടയ്ക്ക് മുന്തിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുന്തിരി നമുക്ക് അതെ നമുക്ക് മുന്തിരി തിന്നാം കുറച്ച് നേരം. എന്നാലും പതിഞ്ഞ് കുറച്ച് മുന്തിരി തിന്നു. ഒരു കൊല എടുത്തിട്ടുണ്ട്. നമ്മുടെ പരിപാടിയൊക്കെ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ദേ മാറ്റെല്ലാം കെട്ടി ഈ പീസൊക്കെ നമുക്ക് ഇപ്പം കൂടാം. ഇപ്പം ഈ പ്രദേശം മൊത്തം കോഴിയൊക്കെ ആയിരിക്കും. നമുക്ക് നേരത്തെ പോലെയല്ല, കോഴി നമ്മുടെ സംരംഭം വലുതാക്കി അത് നമുക്ക് കോഴിക്കിട്ട് കൊടുത്തേക്കാം കേട്ടോ. ഈ പച്ചവല കെട്ടിയൊക്കെ എന്താണെന്ന് വെച്ചാൽ അപ്പുറം കാണാതിരിക്കാൻ വേണ്ടി. കോഴി അപ്പുറം കണ്ടാൽ പിന്നെ അപ്പുറം പോലെ തൊര കോഴിക്കുണ്ടാവും. തൊര അതുകൊണ്ടാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത്. ഇത് മെഹബിൻ്റെ ഐഡിയ ആണ്. മെഹബിൻ അവിടെ നിൽപ്പുണ്ട്. അതെ നല്ല ബലത്തിന് വേണ്ടി നമ്മൾ മരത്തിന് മുകളിലാണ് കെട്ടി വെച്ചേക്കുന്നത് കേട്ടോ. ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കസേരയൊക്കെ വന്ന് വൈകിട്ട് വന്ന് വേണമെങ്കിൽ ഇരിക്കാനുള്ള സൗകര്യം വരെ ഉണ്ട്. ഇപ്പം നമ്മുടെ ഷെബിനിക്ക എന്താ ലവ് ബേച്ച് ഇപ്പൊ മഴ പിടിക്കുന്നുണ്ട്. അപ്പൊ ലവ് ബേച്ചിന് മഴ എനിക്കുണ്ട്, അവിടെ മാത്രം വെക്കുകയാണ്. എന്ത് ഇപ്പൊ നമ്മള് ലവ് ബേച്ചിന് അവിടെ വെക്കാൻ പോവാണ്. ബാക്കിലോട്ട് പോകണം, നല്ല കാര്യമുള്ളൂ. മലയത്തും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഷെബിനിക്കാനാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. അവിടെ അമ്മമാരും ഉണ്ട് കേട്ടോ. അമ്മ സുദേശ് ഉണ്ട്. പിന്നെ എനിക്ക് മഴ നനയുന്നുണ്ട്, ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വന്നില്ല. പുതിയ ഡ്രസ്സൊക്കെയാണ്. അവിടെ എല്ലാം ഒച്ചയ്ക്ക് നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. എന്തായാലും അപ്പുറത്ത് ലവ് ബേച്ചിന്റെ മുകളിൽ വെക്കാനാണ്. ഇവിടെ തർക്കമാണ് ഇതെങ്ങനെ അടയ്ക്കേണ്ടത്. എന്നിട്ട് മുറിക്കണം. അതിനകത്ത് കയറിയിരുന്ന മണ്ണിന്റെ അടിയിൽ കൂടെ ഒറ്റ വഴി ഷീറ്റൊക്കെ വെച്ച് കേട്ടോ. ഞാനേ വാട്ടർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് അത്യാവശ്യമൊക്കെ തടയും. വെള്ളം പറഞ്ഞാൽ വെള്ളത്തിൽ പിടിച്ച് മുക്കരുത്. ഓക്കെ, ശ്രദ്ധിക്കണം. ഞങ്ങള് പണിയെടുക്കാത്തൊരു കുറച്ച് കഴിക്കാൻ അത് കഴിച്ചിട്ടിരിക്കാന്ന് നേരത്ത്. നല്ല പെരുന്നാൾ ഇറച്ചിയും നല്ല എന്ത് ചോറാണ് ഇത്? സുർബിയാണി തേങ്ങാച്ചോറാട്ടോ, വെറും തേങ്ങാച്ചോറ്. അപ്പൊ നമുക്ക് കഴിച്ചിട്ടിരിക്കാം. തുടങ്ങിക്കോ. നീ കഴിട്ടോ അല്ലേ? തിന്നടാ. പ്ലാസ്റ്റിക്കോ? ഈ സ്ഥലത്ത് നമ്മളെ മറ്റേ ബോട്ട് പണിയാൻ വെച്ചിരുന്ന കട്ടിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സൈഡ് ബ്ലോക്കായി. ഈ ഭാഗം ഇവിടെ മറയ്ക്കാനുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ മറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. കോഴിക്ക് ഇനി വിശാലമായ പ്ലേ ഗ്രൗണ്ടാണ്. ആത്മാർത്ഥമായ പണിയിലാണ് രണ്ടുപേരും. എന്തെങ്കിലും വർക്കുണ്ടേ വിളിക്കുക. മറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു പടുത അല്ല എന്താ പേര് നെറ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ. നെറ്റ് എടുത്ത് നമുക്ക് വിരിച്ചാൽ പകുതി ഇത് വാങ്ങിച്ചേക്ക് നമ്മുടെ കീരി വരും. കീരി വരയ്ക്കാൻ വേണ്ടിയാണ് നമ്മുടെ കീരി വരയ്ക്കാൻ വേണ്ടിയാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഇനി പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ വന്ന് തൂത്ത് വൃത്തിയാക്കണം. തൂത്ത് വൃത്തിയാക്കി ഇവിടെ ഒരു അടിപൊളി ഏകദേശം പണിയെല്ലാം കഴിഞ്ഞു. എല്ലാം ക്ലിയർ ആക്കി. അവിടെയൊക്കെ മൂടി അവിടെ വലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി കോഴിക്ക് ഇത്രയും വലിയ സ്ഥലമുണ്ട് കേട്ടോ. ഇതിനേക്കാളും വലിയ സ്ഥലം സത്യത്തിൽ മാത്രം. അപ്പം നമ്മുടെ പണിയൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം കോഴികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. വേറൊന്നുമല്ല, അവർക്ക് കുറച്ചുകൂടെ സ്പേസ് കിട്ടി. പണ്ടത്തെ പോലെ തിങ്ങിയൊന്നുമല്ല. ഇപ്പോൾ കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ അതേ സ്പേസ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഒരു അരയന്നവും 2-3 മറ്റേ ടർക്കി കോഴിയൊക്കെ മേടിച്ചിട്ടുള്ള പ്ലാനിലാണ്. ഇതാണ് നമ്മുടെ കശുവണ്ടി താറാവിൻ്റെ കൂട്ടുകാരി. ഇത്രയും വലുതായി, എന്നാലും കോഴികൾക്ക് ഇത്രയും സ്ഥലം മതി കേട്ടോ. എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. ഇത്രയും സ്ഥലമുണ്ട്. കീരിയൊന്നും വരുമൊന്നുമില്ല. അങ്ങനെയൊന്നും കീരി വരാതെ നമ്മളവിടെ പൂട്ടിച്ചിട്ടുണ്ട്. കീരി വന്നാൽ തന്നെ ഈ പൂവൻകോഴി ബഹളം വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ഒന്നും പേടിക്കണ്ട. ഇത്രയും സ്ഥലമുണ്ട്. മുട്ടയിടാൻ പഴയ സ്ഥലം തന്നെ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക്
വേറൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മുട്ടയിടുന്ന സ്ഥലം. നിങ്ങളൊന്ന് പറയണം, നമുക്ക് അല്ലാതെ അറിയത്തില്ല. ഇത് നമ്മുടെ കോഴി അവിടെ അടയിരിപ്പുണ്ട്. അത് ആദ്യമായിട്ട് അടയിരിക്കുന്നതാണ്. അപ്പോൾ ഈ ആദ്യമായിട്ട് അടയിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഒരു സംശയമുണ്ട്. അപ്പം ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.